നമസ്കാരം. ഡൽഹിയുടെ നെഞ്ചു പിളർത്തിയ ആ നാടകീയ നാളുകൾക്കു ശേഷം രാജ്യത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ നിർണായക വിവരങ്ങൾ കേട്ട് നിങ്ങൾ ശരിക്കും ഞെട്ടും. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് തെരുവിൽ അഴിഞ്ഞാടിയ ആ പാറ്റക്കൂട്ടങ്ങൾക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം നൽകിയിരിക്കുന്ന ആ അടിയുടെ ആഘാതത്തിൽ ഇപ്പോൾ അവരുടെ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് എന്തും കാണിക്കാം, ഏത് തോന്നിവാസവും കാട്ടിയിട്ട് തങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് അഹങ്കരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള വലിയ കൊമ്പന്മാർക്ക് കോടതി നൽകിയ ആ മറുപടി ഏതൊരു സാധാരണക്കാരന്റെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. സർക്കാരിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ആ പ്രൊജക്റ്റുകാർക്കും ദേശവിരുദ്ധ ശക്തികൾക്കും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്ന ആ ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ അഴിഞ്ഞാടിയവർക്ക് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുമ്പ് പോലെ ഉറച്ച കുരുക്കുകളാണ് ഓരോ ദിവസവും അവർക്ക് ചുറ്റും മുറുകിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ കബളിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചവരുടെ കള്ളക്കളികൾ ഓരോന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം വളരെ ലളിതമാണ്. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് തെരുവിൽ ഇറങ്ങിയിട്ട് ആ വലിയ സമരത്തിന്റെ മറവിൽ അക്രമങ്ങളും രാജ്യവിരുദ്ധമായ അട്ടിമറികളും നടത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെയുള്ള കേസുകളെല്ലാം ഒറ്റയടിക്ക് പിൻവലിക്കണമെന്ന് ഡെഡ് ലൈൻ വെക്കാൻ വന്നാൽ ഈ രാജ്യത്തെ നീതിപീഠം അത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന് വീണ്ടും വ്യക്തമായിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ സുപ്രീം കോടതിയുടെ ശക്തമായ ബെഞ്ച് ഈ വിഷയം വീണ്ടും പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും വളരെ ശക്തവും കർശനവുമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ കേസുകളും യാതൊരുവിധ പരിശോധനയും ഇല്ലാതെ ഒറ്റയടിക്ക് പിൻവലിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം കോടതിയിൽ തുറന്നടിച്ചു. സംസ്ഥാന സർക്കാരുകൾക്ക് ചെറിയ കേസുകൾ പരിശോധിക്കാമെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരുമായ ഒരുവനെയും വെറുതെ വിടില്ല എന്ന് കോടതി ശക്തമായി വ്യക്തമാക്കി. ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോട് കോടതി ഇതിനോടകം തന്നെ നോട്ടീസ് അയച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 18-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ശക്തമായ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര ഉന്നതാധികാര സമിതിയുടെ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അന്ന് ഈ പാറ്റക്കൂട്ടങ്ങളുടെ എല്ലാ പൊയ്മുഖങ്ങളും പൂർണ്ണമായി കീറിപ്പറിഞ്ഞു വീഴും. ജനം ഇതെല്ലാം കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. ബംഗാളിൽ പിടിയിലായ ആ കൊടും ഭീകരൻ, അവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ വധിക്കാൻ പദ്ധതിയിട്ടവൻ, ഈ ജന്തർ മന്തർ സമരത്തിനുള്ളിൽ ബോധപൂർവം നുഴഞ്ഞുകയറി വൻതോതിൽ അട്ടിമറിക്ക് കോപ്പുകൂട്ടിയവൻ, ഇവനെയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് ഈ പാറ്റകൾ കളം പിടിക്കുന്നത്. ജുനൈദിനെ പോലെയുള്ളവർ ഈ സമരത്തിലുള്ളവർക്ക് കോടികൾ മുടക്കി ആഹാരം എത്തിച്ചതിന്റെ പിന്നിലെ ദുരൂഹമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഏതാണെന്ന് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് വിരുന്നൊരുക്കാൻ ഇവർക്ക് എവിടെന്ന് ഇത്രയും പണം കിട്ടി? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ അന്താരാഷ്ട്ര ശക്തികളും ദുരൂഹമായ ഡിജിറ്റൽ കമ്പനികളും ഇപ്പോൾ സ്പെഷ്യൽ സെല്ലിന്റെ കനത്ത നിരീക്ഷണത്തിലാണ്. തെറ്റായ വാർത്തകളും വ്യാജ വീഡിയോകളും ബോധപൂർവം പ്രചരിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കാൻ ശ്രമിച്ച ആ ഇന്റർനെറ്റ് കുലപതികളെയും യൂട്യൂബർമാരെയും പൊക്കി അകത്തിടാനുള്ള നീക്കവും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 180-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ഇപ്പോൾ പോലീസിന്റെ കരിമ്പട്ടികയിലുള്ളത്. വിദേശ ഫണ്ടുകളുടെ വലിയ സഹായത്തോടെ രാജ്യത്ത് അശാന്തിയും കുഴപ്പങ്ങളും വിതയ്ക്കാൻ ശ്രമിച്ച ഇവരുടെ ഓരോ ഡിജിറ്റൽ ഇടപാടുകളും ഇന്ന് അന്വേഷണ ഏജൻസികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെ രേഖകളും പോലീസ് ഇതിന്റെ ഭാഗമായി വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന ആരെയും വെറുതെ വിടില്ല എന്നത് 100% ഉറപ്പായ കാര്യമാണ്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് മുകളിലാണ് തങ്ങളെന്ന് നടിച്ച ആ വലിയ വിപ്ലവകാരികളുടെ അഹങ്കാരത്തിന്റെ മുഖംമൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായി അഴിഞ്ഞു വീണിരിക്കുന്നത്. സമരത്തിന്റെ പേരിൽ 240ഓളം പോലീസുകാരെയാണ് ഇവർ ക്രൂരമായി ആക്രമിച്ചത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിളിന് പോലും പരിക്കേറ്റു എന്ന വാർത്ത വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഞങ്ങൾക്കെതിരെ എന്തിന് കേസെടുത്തു എന്ന്. പൊതുമുതൽ അടിച്ചു തകർക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, ഞങ്ങളെ തൊടാൻ ആർക്കും അവകാശമില്ല എന്ന ധാർഷ്ട്യം എവിടെ കാട്ടാനാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? സ്വന്തം സമരത്തിൽ നടന്ന ഈ നശീകരണ പ്രവർത്തനങ്ങളുടെയും അക്രമങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ?
ഇല്ല. കാരണം ഇവർക്ക് വേണ്ടത് നീതിയല്ല, രാജ്യത്ത് എങ്ങനെയെങ്കിലും അരാജകത്വം സൃഷ്ടിക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ്. ഉത്തരവാദപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരെ വിരട്ടിക്കളയാമെന്ന് കരുതുന്ന ഇവരുടെ കുതന്ത്രങ്ങൾ ജനം ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പൊതുസമൂഹത്തിന്റെ മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ട ഈ അക്രമികൾ ഇനി എങ്ങോട്ട് ഒളിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇനിയുള്ള കാലം നിയമത്തിന്റെ മുന്നിൽ ഇവർക്ക് തല കുനിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരമോന്നത നീതിപീഠത്തെ കളിപ്പാവയാക്കാമെന്ന് വ്യാമോഹിച്ച ആ തട്ടിപ്പുകാർക്ക് ഒടുവിൽ കിട്ടിയത് കിടിലൻ പണിയാണ്. സമരത്തിന്റെ പേരിൽ അഴിഞ്ഞാടിയ നുഴഞ്ഞുകയറ്റക്കാരെയും അവരെ സഹായിച്ച ശക്തികളെയും ഒന്നിനെയും ഈ മണ്ണ് വെറുതെ വിടില്ല. ഏത് കൊമ്പൻ വിചാരിച്ചാലും ഇന്ത്യയിലെ നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് ഈ നടപടികളിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നാടിന്റെ സമാധാനവും സുരക്ഷയും തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവന്റെ മുന്നിൽ ഇനിയൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ കർശനമായി നടപ്പാവുക ചെയ്യും. ഏതൊരു രാജ്യദ്രോഹ ചിന്തയെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടാൻ നമ്മുടെ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കമാണ്. ഇനിയും ഇത്തരം നാടകങ്ങളുമായി ഇറങ്ങുന്നവർക്കുള്ള ചുട്ട മറുപടിയാകും നിയമവ്യവസ്ഥ നൽകാൻ പോകുന്നത്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിന് വില കൽപ്പിക്കാത്ത ഒന്നിനെയും ഭാരതം വെച്ചു പൊറുപ്പിക്കില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. ആരും നിയമത്തിന് അതീതരല്ലെന്ന് ഈ കോടതി ഉത്തരവുകൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കുന്നു. ഇനിയും കള്ളക്കളി കളിക്കാൻ വരുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ലക്ഷ്യമിട്ടെത്തുന്ന ഏത് ശക്തിയെയും ഒറ്റക്കെട്ടായി നേരിടാൻ നമ്മുടെ സുരക്ഷാ സേനയും ജനങ്ങളും പൂർണ്ണ സജ്ജമാണ്. നാളത്തെ സുരക്ഷിത ഭാരതത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കാൻ ഒരു പാറ്റക്കൂട്ടത്തിനും ആവില്ലെന്ന് മാത്രമല്ല, നിയമത്തിന്റെ പടിപ്പുരയിൽ ഇവർ തലകുനിക്കേണ്ടി വരികയും ചെയ്യും. ഈ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ കൂടുതൽ വ്യക്തതയോടെ വിലയിരുത്തുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പരമോന്നത നീതിപീഠവും ഭരണഘടനയും എക്കാലവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാൻ നമ്മുടെ സംവിധാനങ്ങൾ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും വഴി തിരഞ്ഞെടുക്കുന്നവർക്കെതിരായ നിയമപരമായ നടപടികൾ കൂടുതൽ ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഒടുവിൽ സത്യവും നിയമവും നീതിയും മാത്രമായിരിക്കും ഈ മണ്ണിൽ വിജയിക്കുക എന്നത് യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമായി നാം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയാൻ ഓരോ പൗരനും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്രമികളെ അടിച്ചമർത്താൻ മുന്നോട്ട് വന്ന നിയമവ്യവസ്ഥയ്ക്ക് ജനം മുഴുവൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ നാടിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന പ്രഖ്യാപനമാണ് ഈ കോടതി നടപടികളിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധരുടെ എല്ലാ കുതന്ത്രങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ജന്തർ മന്ദറിലെ ആ നാടകങ്ങളും പാറ്റക്കൂട്ടങ്ങളുടെ അഹങ്കാരവും ഈ രാജ്യത്തിന് മുന്നിൽ ഒരിക്കലും വില പോവില്ലെന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും തെറ്റ് ചെയ്തവൻ എവിടെ ഒളിഞ്ഞാലും നിയമത്തിന്റെ നീണ്ട കൈകൾ അവരെ തേടിയെത്തുമെന്നും ഈ ചരിത്ര വിധിയിലൂടെ ഒരിക്കൽ കൂടി തെളിയുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ നാടകം അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.